അലഗർ സർ. ജയ്സിംഗ്, ഷാക്കാൽ ലൈബ്രറിയിൽ വന്നിരുന്നു. ഷാക്കാലോ ലൈബ്രറി വന്നു? അവന്റെ കയ്യിൽ എന്താ മന്ത്രം കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് കൈക്കലാക്കാൻ ബർഫിലി പർവ്വതനിരകളിലേക്ക് മെഡിറ്റേഷൻ കേവിലേക്ക് ചെന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിനക്കെതിരായിട്ട് അവൻ എന്തോ ചതി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷാക്കാൽ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ മെഡിറ്റേഷൻ ടേബിളിൽ ചെന്ന് നോക്കട്ടെ. താങ്ക് യു അലഗർ. മന്ത്രം കിട്ടിപ്പോയി. അലഗാറിന്റെ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ ഷാക്കാൽ ഇവിടെ എവിടെയും കാണാൻ സാധ്യതയുണ്ട്. ഇത് ആ മന്ത്രമല്ലേ? ഈ മന്ത്രം വെച്ച് ഏതൊരു മജീഷ്യന്റെ സോളും മറ്റൊരു മജീഷ്യന്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഷാക്കാൽ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. ഞാൻ ഇവിടുന്ന് ഉടനെ പോകണം. തീർച്ചയായിട്ടും നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു ജയസിംഗ്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ മാജിക്കാണ്, മജീഷ്യൻ. എന്നെ കണ്ടു പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. ആരും ഷാക്കാലിനെ കണ്ട് കണ്ണുവെക്കരുത്. എന്റെ ഈ ഹാൻഡ്സം ബോഡി നീ ഇവിടെ തന്നെ ഇരിക്കേ, നല്ലപോലെ റിലാക്സ് ചെയ്യേ. അതിനിടയ്ക്ക് ഞാൻ എന്റെ ജോലി ചെയ്ത് തീർത്തിട്ട് വരാം. Take care. മുത്തശ്ശ, ആഹാരം റെഡിയാണ്. രുദ്രയും ദാ ഇപ്പൊ എത്തും. ഇന്ന് രുദ്രയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ലപ്പോഴും എനിക്കും ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കാൻ നോക്ക്. എന്റെ ആഹാരം റൂമിലേക്ക് കൊണ്ടുപോവാ. രുദ്ര, നിങ്ങൾ വേഗം ചെന്നിട്ട് കൈയും കാലൊക്കെ കഴുകിട്ട് വാ. ആഹാരം റെഡിയാണ്. മുത്തശ്ശൻ അങ്ങേരുടെ റൂമിൽ കഴിച്ചോളാന്ന് പറഞ്ഞു. നോ പ്രോബ്ലം റഗിലോ. ഞങ്ങളിപ്പോ വന്നേക്കാം. ഒരൊറ്റ മന്ത്രം കൊണ്ട് ഞാൻ ജയസിംഹിനെ മാറ്റി മറിച്ചിരിക്കുകയാണ്. രുദ്ര ഉറങ്ങാൻ പോയിരിക്കുകയാണ്.
ഇനി ഞാനിപ്പോ അവനെ ഒരുപാട് കാലത്തേക്ക് ഉറക്കാൻ പോവുകയാണ്. അതിനുശേഷം സൺ സിറ്റി മുഴുവനായി ഷാക്കാൽ ഭരിക്കുന്നതായിരിക്കും. കാൽ സിറ്റി, സൺ സിറ്റി, രണ്ട് സിറ്റിയും ഭരിക്കാൻ പോകുന്നത് ഈ ഞാനാണ്. ഞാൻ മാത്രം ഷാക്കാൽ. അയ്യോ രുദ്ര, രക്ഷിക്കണേ രുദ്ര, ഷാക്കാൽ. അയ്യോ രുദ്ര. നിനക്ക് രുദ്രനെ രക്ഷിക്കാനാവില്ല. രുദ്ര, രുദ്ര, രക്ഷിക്കണേ. അയ്യോ അയ്യോ. രുദ്ര, രുദ്ര. ഇനി രുദ്രയെ നിനക്കൊരിക്കലും കാണാൻ കഴിയുകയില്ല. ഞാൻ നിന്നോട് ആഹാരം കൊണ്ടുവരാനല്ലേ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ നീ രുദ്രയെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലേ. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. തീർച്ചയായും ഞാൻ തന്നിരിക്കും. വേണ്ട, വേണ്ട. അയ്യോ, എന്നെ വിട്ടേക്ക്. പ്ലീസ് എന്നെ വിട്ടേക്ക്. എന്നൊന്നും ചെയ്യല്ലേ. സോറി സോറി സോറി. ഷാക്കാൽ, രുദ്ര, വരുൺ, മൈര എല്ലാരെയും കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. അവൻ ഇവിടെ മുത്തശ്ശന്റെ രൂപത്തില് വന്നിരിക്കുക. നീ എന്തായി പറയുന്നേ? നീ ഒരുപാട് സംസാരിക്കുന്നു രംഗീല. അയ്യോ, വേണ്ട, എന്നെ വിട്. അയ്യോ, നിർത്ത്. ചിങ്കിളി, എന്നെ രക്ഷിക്കാൻ. ഇയാള് ഷാക്കാലാണോ? അപ്പൊ പിന്നെ മുത്തശ്ശനെവിടെ? അതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാം. ആദ്യം നീ പോയി എനിക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കി കൊണ്ടുവാ. അല്ലെങ്കിൽ നിന്നെയും ഞാൻ തലകീഴാക്കി വവ്വാലാക്കി തൂക്കിയിടും. ഞാനിപ്പോ കൊണ്ടുവരാം ഷാക്കാൽ. ഞാനെന്താ ചെയ്യേണ്ടത്? രുദ്ര, ആ രംഗീല പറഞ്ഞുകൊണ്ടിരുന്നു. ഷക്കാലിന് ആഹാരം വേണോ അല്ലേ? ആഹാരം കൊടുത്ത് നമുക്ക് അവനെ ഇവിടുന്ന് ഓടിക്കാം. റെഡിയായല്ലോ മുത്തശ്ശന്റെ ഫേവറേറ്റ് സൂപ്പ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഷക്കാൽ ഹു ഹു. ഇത് മുത്തച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പാണ്. ഇത് ഒറ്റയടിക്കങ്ങ് വലിച്ചു കുടിച്ചങ്ങോട്ട് തീർക്കും. പക്ഷേ മുത്തച്ഛനെ പോലെ ഗെറ്റപ്പ് ഉള്ളത് കൊണ്ട് നിനക്ക് മുത്തച്ഛനാവാനൊന്നും പറ്റില്ലല്ലോ. ഏതൊക്കെ ജോലികൾ ജയസിംഹന് ചെയ്യാൻ പറ്റുമോ?
ആ ജോലികളൊക്കെ ഷാക്കാലിനും ചെയ്യാൻ കഴിയും. നീ ഇതിലെന്തായിട്ടത്? എന്തായിട്ടെന്ന് പറയൂ. അതിപ്പോ ഞാൻ പറയാം. റെഡ് ഡ്രൈ ചില്ലി പൗഡർ, ചില്ലി സോസ്, കാശ്മീരി ചില്ലി, ചില്ലി പൗഡർ. താങ്ക് യു രുദ്ര. രുദ്ര, നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഞങ്ങളില്ലാതെ നീ ആഹാരം കഴിക്കുന്നു പറഞ്ഞില്ലേ, അപ്പോഴേ ഞങ്ങൾക്ക് ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആഹാരം കഴിക്കാതെ മുത്തശ്ശൻ ഒരിക്കലും ആഹാരം കഴിച്ചിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ രുദ്രയുടെ റൂമിൽ മാജിക്കൽ സ്ക്രീനിൽ നിന്റെ എല്ലാ ആക്ടിവിറ്റിയും കണ്ടായിരുന്നു. നീ എന്തെങ്കിലും ചെയ്യുന്ന മുമ്പ് ഞങ്ങൾ ആ റൂമിൽ നിന്ന് എസ്കേപ്പ് ആയി. രുദ്ര, എനിക്ക് തോന്നുന്നത് ഇവൻ മുത്തശ്ശന്റെ ഫേസിന്റെ മാസ്ക് അണിഞ്ഞിരിക്കാന്നാ. നമുക്കത് വലിച്ചു കീറി കളഞ്ഞാലോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല രുദ്ര. ഷക്കീര, ഷക്കീര, ബസൂക്ക. ഞാൻ മജീഷ്യൻ. കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷകാൽ. സൈഡിലേക്ക് മാറ, സൈഡിലേക്ക് മാറ. സൈഡിലേക്ക് മാറ, സൈഡിലേക്ക് മാറ. ഞാൻ മജീഷ്യൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷകാൽ. രുദ്ര, നീ ഇപ്പൊ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഇതിനൊക്കെ നീ അനുഭവിക്കും. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ മജീഷ്യനാണ്. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാല. ഞാൻ പോയിട്ട് തിരിച്ചു വരും രുദ്ര. രുദ്ര, നിന്റെ മുത്തശ്ശനോടെ പോയി. മെഡിറ്റേഷൻ കേവിൽ നിന്ന് ഇനി തിരിച്ചെത്തിയില്ലേ? മെഡിറ്റേഷൻ കേവോ? ഈ ഷാക്കൽ പറയാതെ എങ്ങോട്ടാണ് പോയത്? അവൻ ഒരിക്കലും ഇതുപോലെ ചെയ്യാറില്ലല്ലോ. ശകലീന, ഷാക്കാലല്ല, ജയ്സിംഗ് ഇങ്ങോട്ട് വരുന്നത് കണ്ട ഒരു പക്ഷെ അയാൾക്ക് മനസ്സിലായി കാണും. ഷാക്കാൽ പാലസിൽ ഇല്ലാത്ത കാര്യം മനസ്സിലാക്കി അറിയുന്നതായിരിക്കും. വേഗം എന്തെങ്കിലും ചെയ്യ, കാരണം സോഗയ്ക്കൊന്നും സഹിക്കാൻ പറ്റില്ല, ഗോയ്ക്കൊന്നും താങ്ങാൻ പറ്റില്ല. ഷാക്കാൽ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്? നമുക്ക് ജയ്സൺ ചൗഹാനൊന്നും ഒട്ടും പേടിയില്ല. ജയ്സൺ ചൗഹാൻ ജീവിതം മുഴുവനും ഓർത്തിരിക്കുന്ന ഒരു കളിയായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. ജെനി, ചാടി, റെഡി? ഷക്കലീന, ജെനി, ജോഡി, എന്തായാലും കൊള്ളാം. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് പിന്നെ
വെൽക്കം അക്കിര സക്കിര ബക്കിര. എന്നെ ചെയ്യില്ല. ഞാൻ പറഞ്ഞ് കേൾക്ക്. ഞാൻ ഇത് കേൾക്ക്. നിർത്ത്. പറഞ്ഞ് കേൾക്ക്. ദയവേത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ മാജിക്കാണ്, മജീഷ്യൻ. എന്നെ കണ്ട പേടിക്ക്. ഞാനാണ് ഷകാൽ. ഞാൻ ഷകാലാണ്. ഷകാൽ. എന്റെ ഈ അവസ്ഥ തെരുവിലെ പട്ടിയെ പോലെ ആയിരിക്കുക. വീട്ടില് സാധനമില്ല, എങ്ങും പോകാനാണോ ഇല്ല. പിന്നെ ഈ ജയസിംഗിന്റെ ബോഡിയുടെ വേദന അതെനിക്ക് ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. ഞാൻ എന്റെ ആരോഗ്യമുള്ള പഴയ രൂപത്തിലേക്ക് മാറിയേ പറ്റൂ. പക്ഷെ ഞാൻ എങ്ങനെയാ എന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് മാറുന്നത്? അത് ഞാൻ പഠിച്ചില്ലല്ലോ. ഷകാൽ, നീ പഠിക്കേണ്ട മന്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ്. അത് പിന്നെ നോക്കൂ രുദ്ര, എന്റെ ഗൂഢാലോചന ഫെയിൽ ആയി പോയിരിക്കുകയാണ്. ഇനി ഈ ബോഡിക്കകത്തിരുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ ഈ ബോഡിക്കകത്ത് കടന്നുകൂടി, പക്ഷെ എനിക്ക് ധൃതിയിൽ ഒരു കാര്യം മറന്നുപോയി. പുറത്തേക്ക് എങ്ങനെ ഇറങ്ങി വരുന്നത് എനിക്ക് അറിയത്തില്ല. അത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് മാസ്ക് ഒന്നും അല്ല, ഇത് നിങ്ങളുടെ മുത്തശ്ശന്റെ ബോഡി തന്നെയാണ്. പ്ലീസ് എന്നെ ഒന്ന് പുറത്തു വരാൻ സഹായിക്കൂ, പ്ലീസ്. രുദ്ര, അവൻ പറയുന്നത് വിശ്വസിക്കരുത്. അവന്റെ ഫേസിൽ നിന്ന് മുത്തശ്ശന്റെ മാസ്ക് വലിച്ചു കയറി കളയേ. അതോടെ എല്ലാം ക്ലിയർ ആവും. അത് നമുക്ക് എപ്പോ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും മൈറ. ആദ്യം നമുക്ക് അകത്ത് പോയി നോക്കാം. ഒരു പക്ഷേ ഇവൻ പറയുന്നത് സത്യമാണെങ്കിലോ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അകത്ത് പോയി നോക്കാം. രുദ്രയുടെ കഥ അവസാനിപ്പിക്കാൻ ഇതൊരു നല്ല ചാൻസ് ആണ്. അകിര സകിര ബസൂക്ക. ഷകാൽ, നീ എന്നെ പറ്റിച്ചിരിക്കുകയാണ്. ശത്രുതയിലും യുദ്ധത്തിലും ആർക്കും എന്തും ചെയ്യാവുന്നതാണ്. നിന്നെ പറ്റിക്കാതെ നിന്റെ കഥ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാനാ? Now you are finished. ഞാൻ മജീഷ്യനാണ്. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാൻ ഷകാലാണ്. ഷകാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്രയുടെ ചാപ്റ്റർ ക്ലോസ്. രുദ്രയുടെ ചാപ്റ്റർ ക്ലോസ്. രുദ്രയുടെ ചാപ്റ്റർ ക്ലോസ്. രുദ്രയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു. രുദ്രയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു. രുദ്രയുടെ ചാപ്റ്റർ ക്ലോസ്. രുദ്രയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു. രുദ്രയുടെ ചാപ്റ്റർ ക്ലോസ്. രുദ്രയുടെ ചാപ്റ്റർ ക്ലോസ്. അല്ല പിന്നെ നീ എങ്ങനെ പുറത്തേക്ക് വന്നത്? ആ പില്ലറിന്റെ മേലെ കയറി നിന്നതും വെള്ളം കൊണ്ട് ചെളിയുണ്ടാക്കിയതും എല്ലാം എന്റെ പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിനക്ക് കാണാൻ പറ്റില്ല. ഞാൻ എന്റെ ഇമേജ് വെള്ളത്തിൽ വിട്ടിരിക്കുക. പിന്നെ ഏത് വഴിയാണോ വെള്ളം വന്നത് ആ വഴി തന്നെ ഞാൻ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. സോറി രുദ്ര, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ അകത്തേക്ക് വാ, ഞാൻ നിനക്ക് എന്റെ ബോഡി കാണിച്ചു തരാം. നീ അകത്തേക്ക് വാ, ഞാൻ നിനക്ക് എന്റെ ബോഡി കാണിച്ചു തരാം. ധൈര്യപ്പെട്ട് വരൂ. വരൂ. രുദ്ര, ഇനി ഇവനോട് ഒരിക്കലും ക്ഷമിക്കരുത്. ഞാൻ പാരെടുത്തെറിഞ്ഞ് ഇവനെ ചമ്മന്തിയാക്കാൻ പോവാ. അന്തർമന്തർ കളിക്കലാത്ത മുത്തശ്ശിന്റെ മാസ്ക് ഊരി കളഞ്ഞേക്ക് ഷകാൽ.
രുദ്ര ഷാക്കാൽ ദാ അവിടെയുണ്ട്. ഞാൻ കുറെ നേരം കൊണ്ട് അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിന്റെ മുത്തച്ഛന്റെ ബോഡിക്കകത്ത് കടന്നു കയറി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ പുറത്തിറങ്ങി പോകാനുള്ള മന്ത്രം ഞാൻ പഠിച്ചില്ലായിരുന്നു. ഓക്കെ ഷാക്കാൽ, ഞാൻ നിന്നെ സഹായിക്കാം. Zibaiska, boom, chick, chick, boom. താങ്ക് യു രുദ്ര, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ എനിക്കൊരു പുതിയ ജീവിതം തന്നിരിക്കുകയാണ്. താങ്ക് യു. അതേതായാലും നന്നായി. എന്നെ വവ്വാലാക്കി മാറ്റിയിട്ട് നീ രക്ഷപ്പെടാൻ നോക്കാനോടാ. മര്യാദക്ക് എന്നെ പഴയതുപോലെ മാറ്റിയേക്കേ. രുദ്ര, നീ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ റിവേഴ്സൽ മന്ത്രം എങ്ങനെയാണ് പെർഫോം ചെയ്തത്? നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചല്ലേ പറ്റൂ മുത്തശ്ശ. താങ്ക് യു രുദ്ര, ഐ എം പ്രൗഡ് ഓഫ് യു.